ഈ സ്പെയിനിന്റെ ആരാധകരും നമ്മുടെ നാട്ടിൽ കുറവല്ല എന്നുള്ളത് തന്നെയാണ്. ആ ആവേശ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കണ്ണൂരിൽ നിന്ന് അജീഷ് ഉണ്ട്. അജീഷ്, കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ ആരാധകരെ കണ്ടു, ഇല്ലെങ്കിൽ മറ്റു ടീമുകളുടെയൊക്കെ തന്നെ ആരാധകരെ കണ്ടു. സ്പെയിന് അവർക്ക് സമീപകാലത്ത് സാവിയെയും ഇനിസ്റ്റയെയും ഒക്കെ തന്നെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്താണ് കണ്ണൂരിലെ സ്പാനിഷ് ലാ റോജകളുടെ ആരാധകർക്ക് പറയാനുള്ളത്? അനിലെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അണ്ടല്ലൂർക്കാവിലാണ്. ഇവിടെ സ്പെയിനിന് മാത്രമല്ല എല്ലാ ടീമിനും ആരാധകരുണ്ട്. സ്പെയിനിനും ആരാധകർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇവിടെ മൊത്തം ഒരു ഫുട്ബോൾ ഗ്രാമമായി മാറിയിരിക്കുകയാണ്. കാരണം ഇവിടെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫുട്ബോൾ ടീമുകളുടെ, അല്ലെങ്കിൽ ഫുട്ബോൾ അർജന്റീന, ബ്രസീൽ, അതേപോലെ തന്നെ സ്പെയിൻ, ഇംഗ്ലണ്ട്, അവരുടെയൊക്കെ കൊടിയും ഫ്ലെക്സ് ബോർഡുകളുമാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. നമ്മളിവിടെ ഇപ്പോൾ കുറേ കുട്ടി ആരാധകരുണ്ട്. മക്കളെ പേരെന്താ? കളി കഴിഞ്ഞിട്ട് വരികയാണോ? ഇന്ന് സ്പെയിനിന്റെ കളിയുണ്ട്. ആര് ജയിക്കും? സ്പെയിനില് നിങ്ങളുടെ ടീം ഏതാ ഈ വേൾഡ് കപ്പില്? ബ്രസീലാണ്. സ്പെയിനിന്റെ ആരാധകരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടോ? സ്പെയിൻ ഉണ്ടോ? സ്പെയിൻ ചേട്ടാ, ഇന്ന് സ്പെയിൻ എങ്ങനെയാണ് നിങ്ങളൊരു നല്ല വിജയം കാഴ്ചവെക്കുന്നു. ലാമിന യമാല് കളിക്കും, ഗോളടിക്കും. ടീമിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ് ഈ വേൾഡ് കപ്പില്? വേൾഡ് കപ്പില് നല്ലൊരു അഭിപ്രായമാണ് ഇപ്രാവശ്യത്തെ ഇതില് നമ്മള് കണക്കൂട്ടും. ഞാൻ ബ്രസീലായിരുന്നു. അപ്പം ഇത്തവണ വേൾഡ് കപ്പ് ആര് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ കരുതുന്നത്? ഞങ്ങൾ കൊണ്ടുപോകുന്നു തന്നെ ഞങ്ങള് പ്രതീക്ഷ. ഞങ്ങൾ ആദ്യ കളി വേണ്ടത്ര വിജയകരമായിട്ടില്ലെങ്കിലും ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടത്ര മെച്ചപ്പെട്ട കളി കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട കളി ആയിട്ടുണ്ട്. പക്ഷേ അതും പോരാ എന്നതാണ് ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇതിലും മെച്ചപ്പെട്ട കളി എന്തായാലും ഉണ്ടാവും അടുത്ത കളിയോടുകൂടി. നെയ്മർ കളിക്കാതെ കൊണ്ട് തന്നെ ടീമിനുണ്ടാകുന്ന ഒരു ചെറിയ അപ്പോൾ അതാണ് അനില്. എന്തായാലും ഈ സ്പെയിനിന്റെ ആരാധകർ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പേരും ബ്രസീൽ, അർജന്റീന ആരാധകരാണ്. എന്തായാലും സ്പെയിൻ ഇന്ന് കളി ജയിക്കും, യമാൽ ഇന്ന് ഗോൾ അടിക്കും എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.